ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ദൈവം അപ്പം തന്നെ എഴുതി, മെനെ തെക്കേൽ ഓഫ്രസീൻ. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്നെ അളന്നു, തെക്കേൽ തുലാസിൽ നിന്നെ തൂക്കി, പെരേസ് നിന്റെ രാജ്യം വിഭാഗിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും 2026 2025 ശ്രേഷ്ഠമായിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. പക്ഷേ കണ്ടീഷണലാ. ഈ പുതുവർഷ ആരംഭത്തിൽ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹത്തോടെ നടത്തുന്ന വലിയ ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഖരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ പ്രവാചകനായി ഗണിക്കപ്പെടുന്ന ആളാണ് സഖരിയാവ്. ചെറിയ പ്രവാചകനെന്നും വലിയ പ്രവാചകനെന്നും പ്രവാചകന്മാരെ തിരിച്ചിരിക്കുന്നത് അവരുടെ ആകാര വലിപ്പം കൊണ്ടോ അവരെഴുതിയ പുസ്തകത്തിൻ്റെ വലിപ്പം കൊണ്ടോ ഒന്നുമല്ല. നമുക്കറിയാം, അവർ ശുശ്രൂഷിച്ച കാലഘട്ടത്തിൻ്റെ പീരീഡിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ചെറിയ പ്രവാചകനെന്നും വലിയ പ്രവാചകനെന്നും വിളിക്കുന്നത്, അല്ലേ? ചെറിയ പാസ്റ്റർ, വലിയ പാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നത് പൊസിഷൻ വെച്ചാണ്, അല്ലേ? മുഖ്യമന്ത്രി, സഹമന്ത്രി എന്നൊക്കെ വിളിക്കുന്നത് പൊസിഷൻ വെച്ചാണ്. എന്നാൽ ദൈവവചനത്തിൽ വലിയ പ്രവാചകനെന്നും ചെറിയ പ്രവാചകനെന്നും വിളിക്കുന്നത് പൊസിഷൻ വെച്ചല്ല, അവരെ സംസാരിച്ചതായ പ്രവചനം പറഞ്ഞതായ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം അനുസരിച്ചാണ്. ഇവിടെ സഖരിയ പ്രവാചകനും ഹോശയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണെങ്കിലും അവർ ദീർഘനാൾ ശുശ്രൂഷിച്ചു. ഏകദേശം 14 അധ്യായങ്ങളോളം ഈ 2 പുസ്തകങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും സഖരിയാവിൻ്റെ ഈ പുസ്തകം എഴുതിയത് BC 520-518 കാലഘട്ടത്തിലാണ്. അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ എഴുതിയത് ഒരു കാലഘട്ടത്തിലാണ്. 520-518 കാലഘട്ടത്തിലാണ് അതിന് 1 മുതൽ 8 വരെയുള്ള അധ്യായം എഴുതിയത്. 9 മുതൽ 14 വരെയുള്ള അധ്യായം എഴുതിയത് 480 BC-യിലാണ്. അപ്പം 2 കാലഘട്ടങ്ങളിലാണ്. അതായത് പ്രവാചകൻ ഒരു ദീർഘകാലയളവ് ഇസ്രായേലിൽ ദൈവത്തിൻ്റെ പ്രവചന ശുശ്രൂഷ ചെയ്യാനായിട്ടിടയായി തീർന്നു. ഈ പ്രവചന പുസ്തകത്തിന് മറ്റ് പ്രവചന പുസ്തകങ്ങൾക്ക് ഇല്ലാത്തതായ ഏറ്റവും വലിയൊരു പ്രത്യേകത, മശിഹായെ കുറിച്ചുള്ള സന്ദേശം വലിയ പ്രവാചകന്മാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈ സഖരിയ പ്രവാചകനാകുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ആർക്കാണ് ഈ ലേഖനം എഴുതിയത്? ബാബിലോണിലെ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നതായ ഇസ്രായേലിനോടാണ് പ്രവാചകനായിരിക്കുന്ന സഖരിയാവ് പ്രവചിച്ചത്. ആ കാലഘട്ടത്തിൽ പ്രവചിച്ചതായ 3 പ്രവാചകന്മാരാണ് ഹഗായി പ്രവാചകൻ, സഖരിയാവ്, മലാക്കി. അവസാനത്തെ 3 പ്രവാചകന്മാരാണ് ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് അടിമത്തുകാലം കഴിഞ്ഞ് വിടുതൽ പ്രാപിച്ചതായ പ്രവാസാനന്തര ഇസ്രായേലിൽ പ്രവചിച്ചതായ 3 പ്രവാചകന്മാരാണ് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണ് പശ്ചാത്തലം? നമ്മൾ ഹഗായി പ്രവാചകന്റെ പുസ്തകം പഠിച്ചപ്പോൾ അവിടെ കണ്ടതായ അതേ കാര്യം തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലം. ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിനായിട്ട് ബാബേലിൽ നിന്നും അടിമത്വം നിർത്തലാക്കി അവരെ ദൈവം വിടുവിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. മടങ്ങി വന്ന അവരെ ദൈവം ഏൽപ്പിച്ച ആദ്യത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവാലയത്തിൻ്റെ പണിയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അവർക്ക് മടങ്ങി വരാനായിട്ട് സാധിച്ചത്? ബാബേൽ സാമ്രാജ്യം തകർക്കപ്പെട്ടു, അല്ലേ? പേർഷ്യൻ രാജാവായ കോരേശ് അധികാരമേൽക്കുകയും ബാബേൽ സാമ്രാജ്യത്തെ കോരേശ് തകർക്കുകയും യഹൂദന്മാരെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. സ്വതന്ത്രരായ യഹൂദന്മാരെ കോരേശ് അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകുവാനും അവർക്ക് ആലയം പണിയുവാനുമുള്ള അനുവാദം നൽകി. അങ്ങനെ സന്തോഷത്തോടെ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദന്മാര് മടങ്ങി വന്ന് ആദ്യം തന്നെ അവർ ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കാനായിട്ട് ഇടയായി. ഇത് ഹഗായി പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാണ്. ഏകദേശം അവർ പണി തുടങ്ങിയെങ്കിലും പിന്നീട് 16 വർഷക്കാലം ദേവാലയത്തിൻ്റെ പണി നിന്നുപോയി എന്ന് കാണാനായിട്ട് സാധിക്കും. 14 വർഷം അവരെന്ത് ചെയ്തു? അവർ സ്വന്തം വീടുകളിലും സ്വന്തം കാര്യങ്ങളിലും നോക്കി.
അല്ലേ? തട്ടിട്ട വീടുകളെയൊക്കെ അന്വേഷിക്കാനായിട്ടിടയായി തീർന്നു. 16 വർഷം മുടങ്ങി. ആ കാലയളവിലാണ് ഹഗായി പ്രവാചകനും സക്കരിയ പ്രവാചകനും ശുശ്രൂഷിച്ചത്. അവർ ചെന്നിട്ട് ജനത്തെ ദൈവാലയത്തിൻ്റെ പണിക്കായി അല്ലെങ്കിൽ ആത്മീയ പുനരുദ്ധാരണത്തിനായി ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സന്ദേശം പറയാനായിട്ടിടയായി തീർന്നു. അങ്ങനെ മനസ്സിന് പുതുക്കം പ്രാപിച്ചതായ ദൈവജനം 4 വർഷം കൊണ്ട് ദൈവാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ 2-ാം അധ്യായവും 3-ാം അധ്യായത്തിലും സക്കരിയ പ്രവാചകന് ദൈവം നൽകുന്നതായ 2 ദർശനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഓരോ അധ്യായങ്ങളും വളരെ ചെറിയ അധ്യായങ്ങളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓരോ അധ്യായങ്ങളിലും ദൈവം സക്കരിയ പ്രവാചകന് നൽകുന്നതായ ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവജനത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് കാണാനായിട്ട് കഴിയുന്നത്. താക്കോൽ വാക്യമായിട്ട് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചു. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു പുതുവർഷ ആരംഭത്തിൽ നിൽക്കുന്ന പുതിയ നിയമ ദൈവമക്കളായിരിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു വലിയ സന്ദേശമാണ്. സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക. വെറുതെ സന്തോഷിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സന്തോഷം നഷ്ടപ്പെട്ടതായ ഒരു ജനത്തോടാണ് പ്രവാചകൻ ദൈവശബ്ദം സംസാരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ സന്തോഷിക്കണം? ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാനായിട്ട് ഇടയായി തീരുക. അവരുടെ ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടു, അല്ലേ? എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? ശത്രു അവരെ കീഴടക്കാനായിട്ടിടയായി തീർന്നു. നെബൂഖദ്നേസർ വന്ന് അവരെ അടിമകളാക്കി കൊണ്ടുപോയി, ബാബേലിലേക്ക് കൊണ്ടുപോയി, കളങ്ങളിൽ പണിയെടുപ്പിച്ചു. വളരെ കഠിനമായ പ്രയാസങ്ങളിലൂടെയും അടിമത്വത്തിൻ്റെ കാലയളവിലൂടെയും അവർ കടന്നുപോയി. എന്നാൽ അവരവിടെ സങ്കടത്തിലായിരുന്നു, അവരവിടെ ദുഃഖത്തിലായിരുന്നു. അവർക്ക് അവരുടെ സംഗീതം നിന്നുപോയി, അവരുടെ പാട്ടുകളെല്ലാം നിന്നു, അവരുടെ കിന്നരങ്ങളൊക്കെ അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ട് അവർ വളരെ സങ്കടപ്പെടുന്നതെല്ലാം നമ്മൾ സങ്കീർത്തന ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പ്രവാചകൻ സക്കരിയാവ് ദൈവജനത്തോട് വിളിച്ചു പറയുകയാണ്, സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഇടയായിത്തീരുക? നിങ്ങൾ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരുക. ഇന്ന് പകൽക്കാലം പുതിയ നിയമ ദൈവസഭയോട് പലവിധ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ഒക്കെ ആയിട്ട് നിരാശയും ദുഃഖവും നിങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പുതുവർഷ ആരംഭത്തിൽ ഈ വാക്യം ഒന്ന് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുമോ? സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ദൈവത്തിന്റെ വചനം നമ്മോട് ഓർപ്പിക്കുകയാണ് നമ്മൾ എങ്ങനെ സന്തോഷിക്കണമെന്ന് അറിയാമോ? ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. നമ്മുടെ സന്തോഷം തകർക്കുക എന്നുള്ളത് ദുഷ്ടന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്, അല്ലേ? ദൈവജനത്തിന്റെ ദൈവസഭയുടെ സന്തോഷം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ആരുടെ പ്രവൃത്തിയാണ്? ദുഷ്ടന്റെ പ്രവൃത്തിയാണ്. അവിടെയാണ് ദൈവത്തിന്റെ പ്രവാചകൻ അവരോട് പറയുന്നത്, സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, അല്ലേ? സന്തോഷത്തിലേക്ക് നിങ്ങൾ തിരികെ വരിക. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോടും പറഞ്ഞത്. നിങ്ങൾ സന്തോഷിപ്പിൻ. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൽ സന്തോഷിപ്പിൻ. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അപ്പോസ്തലനും പറയുന്നത് നിങ്ങൾ സന്തോഷിക്കുന്നവരായി തീരുക, ആത്മീയ സന്തോഷം അനുഭവിക്കുന്നവരായി തീരുക. നിങ്ങളുടെ സന്തോഷത്തിനെതിരെയാണ് ശത്രുവിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം സന്തോഷിക്കാനായിട്ട് പറഞ്ഞിട്ടൊരു വാക്ക് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. ഇതാ ഞാൻ വരുന്നു, അല്ലേ? ഇതാ ഞാൻ വരുന്നു. അതാ സന്തോഷത്തിന്റെ കാരണം. ഇതാ ഞാൻ വരുന്നു. ഇത് യഹൂദനെ സംബന്ധിച്ച് ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു. യഹൂദനെ സംബന്ധിച്ച് ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാ? മിശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ്, അല്ലേ? മിശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ് ഇതാ ഞാൻ വരുന്നു. അത് അവരെ ഒരു വിദൂര പ്രതീക്ഷകളിൽ ഒന്നായിരുന്നു. അവരെപ്പോഴും ഇപ്പോഴും അവരെന്ത് ചെയ്യാണ്? ഈ വരുന്ന മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മിശിഹ എന്നേ വന്നു, പക്ഷേ യഹൂദനെ സംബന്ധിച്ച് അവർ ഇന്നും കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉണ്ടല്ലോ, ഇത് നമ്മുടെ വിദൂര പ്രതീക്ഷയല്ല, ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ് വന്നു, അല്ലേ? കർത്താവ് വന്നു. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവ് ഇമ്മാനുവേലാണ്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ആയിരിക്കുന്ന മശിഹ
2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് എനിക്ക് പകരക്കാരനായി കാൽവറിയിൽ തന്നെത്താൻ യാഗം അർപ്പിച്ച് എനിക്ക് വേണ്ടി അവൻ്റെ അവസാന തുള്ളി രക്തവും ഒഴുക്കി എന്നെ വീണ്ടെടുക്കാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ദൈവജനത്തോട്, ദൈവസഭയോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത്, സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും. അല്ലേ, അവരോട് പറയാം ഞാൻ നിന്റെ മധ്യേ വസിക്കുമെന്നാ പറഞ്ഞത്. എന്നാൽ നമ്മോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ലൈഫ് ഫെലോഷിപ്പിലെ ആരാധനയുടെ മധ്യേ, അല്ലേ, പുതിയ നിയമ ദൈവമക്കളുടെ ആരാധനയുടെ മധ്യേ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം സന്തോഷിക്കാനായിട്ട് സാധിക്കുമോ? എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ വിചാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ആകുലതകളും മാറിപ്പോകട്ടെ, എല്ലാ ഇന്നലെ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിച്ച് സങ്കടപ്പെട്ട് സഭയെ ഓർത്ത്, കൂട്ടായ്മയെ ഓർത്ത്, തലമുറയെ ഓർത്ത്, കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളെ ഓർത്ത് ഒക്കെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്നോട് നിങ്ങളോടും ഈ പുതുവർഷാരംഭത്തിൽ പറയുന്നത്, സിയോൻ പുത്രിയെ നീ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ഇന്ന് പകൽക്കാലം ഉള്ളതോർത്ത് നമുക്ക് സന്തോഷിക്കാനായിട്ടിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ വസിക്കുന്നതോർത്ത് നമുക്ക് സന്തോഷിക്കാനായിട്ടിടയായി തീരട്ടെ. അപ്പോൾ ഒന്നാമത്തെ അവരോട് പറയുന്നത്, നിങ്ങൾ സന്തോഷിക്കണം. ഈ സന്തോഷിക്കണമെന്ന് പറഞ്ഞ ജനത്തോട് തന്നെ യഹോവ തൻ്റെ ദാസന് നൽകിയ ഒരു ദർശനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 1-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാമോ? ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷൻ. ഇതാണ് ഈ 3-ാം അധ്യായത്തിൽ യെശയ്യാവ് കണ്ടതായ ദർശനം, അല്ലെ? കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്നതായ ഒരു ദൂതൻ. ഇതെന്തിനെയാ കാണിക്കുന്നത്? നമ്മെ അളക്കുന്നതായ, നമ്മെ കാണുന്നതായ ഒരു കർത്താവുണ്ട്. അവൻ എന്താ അളന്നുകൊണ്ടിരിക്കുന്നത്? നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. ഈ പുരുഷൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവൻ്റെ കയ്യിൽ അളവ് നൂലുണ്ട്. അവൻ യെരൂശലേമിനെ അളന്നുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പുതുവർഷത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവന്ന് 2026 പ്രാരംഭ ദിവസങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്, സന്തോഷിക്കുക, ഉല്ലസിക്കുക, ആത്മീയ സന്തോഷം അനുഭവിക്കുന്നവരായി തീരുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സംഗതിയുണ്ട്, നമ്മെ അളക്കുന്നവനായ ഒരു കർത്താവ് ഉണ്ട്, അല്ലേ? നമ്മെ കാണുന്നവനായ, നമ്മുടെ വീതി എന്തെന്നും നമ്മുടെ നീളം എന്തെന്നും നമ്മുടെ ആരാധനയുടെ ശക്തി എത്രമാത്രമുണ്ടെന്നും അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ എന്നും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, അതിൻ്റെ പശ്ചാത്തലം എല്ലാറ്റിനെയും അളക്കുന്നവനായ ഒരു കർത്താവുണ്ട്. ആമേൻ. ഇത് വായിക്കുമ്പോൾ നമുക്ക് ദാനിയേൽ പ്രവചനം മറക്കാനായിട്ട് സാധിക്കുകയില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, അവിടെ ഒരളവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരെയാണ് ദൈവം അളന്നത്? കൽദിയ രാജാവായ ബെൽഷസ്സറിനെ ദൈവം അളന്നു, അല്ലേ? വായിച്ചേ, ദാനിയേൽ 5:25. ദാനിയേൽ 5:25. എഴുതിയിരിക്കുന്ന എഴുത്തോ, മെനെ മെനെ തെക്കേൽ ലുസിഫർ, കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസിക്കും കൊടുത്തിരിക്കുന്നു. കൽദിയ രാജാവായ ബെൽഷസ്സർ ഒരു ദർശനം കാണാനായിട്ടിടയായി തീരുകയാണ്. അവൻ കണ്ടത് എന്താണ്? ഒരു കൈപ്പത്തി വന്ന് ആ വെള്ള ഭിത്തിയിൽ എന്തോ എഴുതുന്നത് താന് കണ്ടു. എന്താ കണ്ടതെന്ന് താൻ മറന്നുപോയി. ഒത്തിരി ഒന്നും എഴുതിയില്ല, ഒരു 3 വാക്കുകളെ എഴുതിയുള്ളൂ. 1 മെനെ, 2 തെക്കേൽ, 3 പെരേസ്, അല്ലേ? ഊഫ്രസീൻ എന്നും കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. മെനെ എന്ന വാക്ക് അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതി. അതിൻ്റെ അർത്ഥം അവിടെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. മെനെ എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അളന്നു, അല്ലേ?
ദൈവം നിന്നെ അളന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാനായിരിക്കുന്ന ദൈവജനമേ, ദൈവസഭയെ, നമ്മെ അറിയുന്ന കർത്താവുണ്ട്, നമ്മെ അളക്കുന്ന കർത്താവുണ്ട്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ പ്രവർത്തികളെ എല്ലാം അളക്കുന്നതായ. എന്തായിരിക്കാം ഈ ബെൽഷസ്സർ ചെയ്തത്? ഒത്തിരി ഒന്നും ചെയ്തില്ല. 3-ാം വാക്യം 5:3 അല്ലേ? യെരൂശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻപാത്രങ്ങൾ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ നിന്ന് കുടിച്ചു. അത്രേ ചെയ്തുള്ളൂ. ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ദൈവം അപ്പം തന്നെ എഴുതി, മെനെ തെക്കേൽ ഓഫ്രസീൻ. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്നെ അളന്നു. തെക്കേൽ, തുലാസിൽ നിന്നെ തൂക്കി. പെരേസ്, നിന്റെ രാജ്യം വിഭാഗിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആ ദർശനത്തിന്റെ അവസാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എന്താണ്? 29-ാം വാക്യം വായിച്ചേ. 29-ാം വാക്യം. കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമവസ്ത്രം കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ 3-ാമനായി വാഴുമെന്ന് അവനെ കുറിച്ച് പ്രസിദ്ധമാക്കി. 30-ാം വാക്യം. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദിനായ ദാര്യാവേഷ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. വായിച്ചപ്പോൾ വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇത് വായിച്ചത്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം വരുന്നുണ്ടോ? അല്ലേ? ആ രാത്രിയിൽ തന്നെ, 30-ാം വാക്യം, ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽഷസ്സർ കൊല്ലപ്പെട്ടു. കർത്താവ് എഴുതി മെനെ, തെക്കേൽ ആൻഡ് പെരേസ്. 3 കാര്യങ്ങൾ, 3 വാക്കുകൾ എഴുതി. അവനായി അത് മറന്നുപോയി. അവന്റെ ഹൃദയം അസ്വസ്ഥമാകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദേശത്തുള്ള എല്ലാ ശകുനവാദികളും മന്ത്രവാദികളും എല്ലാം വന്നു. അവർക്കൊന്നും അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനോ ആ ദർശനം പറഞ്ഞു കൊടുക്കാനോ സാധിച്ചില്ല. എന്നാൽ ദാനിയേൽ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവിനോട് ചോദിക്കാതെ തന്നെ രാജാവിനോട് പറഞ്ഞു. 3 കാര്യങ്ങളാണ് ആ ഭിത്തിയിൽ എഴുതിയത്. 1 മെനെ, 2 തെക്കേൽ, പെരേസ്. ഈ 3 കാര്യങ്ങളുടെയും അർത്ഥം ഇതാണ്. രാജാവ് ഒരു മടിയും കാണിച്ചില്ല, അതിനെ സ്വീകരിച്ചു. അല്ലേ? രാജാവ് അവന് നല്ല സമ്മാനങ്ങളൊക്കെ നൽകി. 30-ാം വാക്യം, ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ ബി സീരിയസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അല്ലേ? ദൈവസന്നിധിയിൽ നമ്മൾ വളരെ സീരിയസ് ആയിരിക്കാനായിട്ട് ഇടയായിത്തീരണം. ദൈവസഭ അല്ലെങ്കിൽ ദൈവാലയം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയി ദൈവത്തെ അന്വേഷിക്കുവാനുള്ള സ്ഥലമാണ് എന്നുള്ളത്, ദൈവിക കാര്യങ്ങൾ അങ്ങനെയാണ് എന്നുള്ളത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതാണ്. ഞാൻ സഖരിയാവിലേക്ക് മടങ്ങി പോകട്ടെ. നമ്മുടെ താക്കോൽ വാക്യം എന്ന് പറയുന്നത്, സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കും. നമ്മുടെ മധ്യേ വസിക്കുന്നവനായ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, അവരോട് കാണിക്കാനായിട്ടിടയായി തീർന്നു. ഞാൻ നിന്റെ നീളവും വീതിയും എന്ത് എന്ന് അളക്കുന്നവനായ ദൈവമാണ്. കർത്താവ് 2025 നമ്മളെ അളന്നു. ഒരുപക്ഷെ പല കുറവുകളുണ്ടായിട്ടും അവൻ നമ്മെ ഛേദിച്ച് കളയാതെ, വെട്ടിക്കളയാതെ 2026 നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ബെൽഷസ്സർ ജീവിച്ച യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കൃപായുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ കൃപയുടെ കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഒട്ടും ബെൽഷസ്സറിനേക്കാളും എന്തെങ്കിലും പ്രത്യേകത നമുക്കുണ്ടായത് കൊണ്ടല്ല, നമ്മുടെ സമർപ്പണം വലുതായത് കൊണ്ടല്ല. ദൈവത്തിൻ്റെ കൃപ ഈ കൃപായുഗത്തിൽ എന്നോടും നിങ്ങളോടുമുള്ളത് വളരെ ദീർഘിച്ചിരിക്കുന്നത് കൊണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അളക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഇനി അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഇതൊക്കെയാണെങ്കിലും അളന്നിട്ട് അളവിൽ കുറച്ചു പേരൊക്കെ കുറവുള്ളവരായി ദൈവം കണ്ടു കാണും. പക്ഷെ അളന്നിട്ട് കൃത്യതയുള്ള ഒരു കൂട്ടം ആളുകൾ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അതാ നമുക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അവരോടുള്ള ദൈവത്തിന്റെ സന്ദേശം എന്താണെന്നറിയാമോ? എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. 4-ാം വാക്യം മുതൽ വായിക്കാം. 4-ാം വാക്യം മുതൽ. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും. യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. ചുറ്റും തീമതിലായി, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ശത്രു നോക്കുമ്പോൾ യെരൂശലേമിന്റെ മതിലൊക്കെ തകർന്നു കിടക്കുക, അതിന്റെ ഗേറ്റ് എല്ലാം ചണ്ടി കൂമ്പാരങ്ങളായി തീർന്നിരിക്കുക. ശത്രു ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ മതിലില്ലാതെ തകർന്നു കിടക്കുന്നതായ യെരൂശലേമിലേക്ക് ഓടി ചെന്ന് കയറാമെന്നാണ് ശത്രു ഓർക്കുന്നത്.
എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്ദേശം എന്താണെന്നറിയാമോ? ശത്രുവായവൻ തകർത്ത മതിലിന് പകരം ദൈവം അവിടെ ഒരു മതിൽ വെച്ചിട്ടുണ്ട്. ആ മതിലിന് പേരാണ് എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. അല്ലേ? ശത്രു പല നിലയില് ദൈവസഭയ്ക്കകത്തേക്ക് കയറുവാനും ദൈവത്തിന്റെ ജനത്തെ തകർക്കുവാനും ഇടയായി തീരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു കൂട്ടം ആളുകളെ യെരൂശലേമിനെ മുഴുവൻ ഞാൻ അളന്നു, അതിന്റെ വീതിയും അതിന്റെ നീളവും ഞാൻ അളന്നു. അതിൽ കുറെ പേരെ ആ അളവ് കൃത്യതയുള്ളതായ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലും ജീവിക്കുന്നതായ ഒരു ചെറിയ കൂട്ടം ആളുകൾ അതിനകത്തുണ്ട്. അവരോടാ പറയുന്നത്. ഒരു വലിയ കൂട്ടം ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. 4-ാം വാക്യത്തിൽ, അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം. ഈ ബഹുത്വത്തിന്റെ പുറകെയാണ് ഇന്ന് ആളുകൾ പോകുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അവർക്ക് ചുറ്റും ദൈവം എന്തൊരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ആമേൻ. തീമതിലിനെ ഭേദിച്ചുകൊണ്ട് ഒരു ശത്രുവിനും സഭയ്ക്കകത്ത് കയറാനായിട്ട് സാധിക്കുകയില്ല. സിയോൻ സഭയോട് പറയുകയാണ്, സിയോൻ പുത്രിയോട് പറയുകയാണ്, ആ ശത്രു തകർത്ത മതിലിനെ കണ്ടിട്ട് ഇപ്പോഴും ശത്രു വിചാരിക്കുന്നത് ഇതിനകത്ത് ഓടിക്കയറി ഇതിനെ നശിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിന്റെ സന്ദേശമുണ്ടല്ലോ, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായി നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, നീ എനിക്ക് ചുറ്റും തീമതിലായി 2025 മുഴുവൻ നിന്നതുകൊണ്ടാണ് ഞാൻ തകർക്കപ്പെടാതിരുന്നത്. നമുക്കൊന്ന് വ്യക്തിപരമായി എടുക്കാൻ സാധിക്കുമോ? 2025 എൻ്റെ കുടുംബത്തിന് ചുറ്റും ദൈവം തീമതിലായി നിന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിന് നേരെ കർത്താവ് തീമതിലായി നിന്നു. ശത്രുവായവൻ പേറ്റിക്കളയുവാനായിട്ട് പല തന്ത്രങ്ങളും പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും പല ആരോപണങ്ങളും ഇട്ട് പോരാടിയപ്പോഴും എൻ്റെ കർത്താവ് തീമതിലായി എനിക്ക് ചുറ്റും നിന്നതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ എനിക്ക് നിവർന്നു നിൽപ്പാനായിട്ട് സാധിക്കുന്നത്. സഭയായി പോരാട്ടങ്ങളെ ആ ശത്രു കൊണ്ടുവന്നപ്പോൾ കർത്താവ് അതിന് ചുറ്റും തീമതിലായി നിന്നതുകൊണ്ടാണ് നമുക്കതിനെല്ലാം അതിജീവിക്കാനായിട്ട് സാധിച്ചത്. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമുക്കറിയാവുന്ന ഭാഗമാണ് അല്ലേ? എലീശയെ പിടിക്കാനായിട്ട് അരാം സൈന്യം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് എലീശയുടെ ബാല്യക്കാരൻ പറയാനായിട്ടിടയായി തീർന്നത് അറിയാമെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. 2 രാജാക്കന്മാർ 6:19. 2 രാജാക്കന്മാർ 6:19. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവിൻ, നിങ്ങൾ അന്വേഷിക്കുന്ന 6:17. 2 രാജാക്കന്മാർ 6:17. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇതാ തീമതിൽ അല്ലെ? എലീശയ്ക്ക് ചുറ്റും സൈന്യം എലീശയെ പിടിക്കാനായിട്ട് വന്നപ്പോൾ അവനോട് അടുക്കാൻ സാധിക്കാതെ വണ്ണം ദൈവം ഒരുക്കിയതായ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ. ഈ പ്രൊട്ടക്ഷൻ അനുഭവിച്ച ദൈവമക്കളായി ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. 2025 നമ്മെ പേറ്റിക്കളയാൻ ശത്രു ശ്രമിച്ചു. അപകടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. ആമേൻ. കുടുംബങ്ങളായിട്ട് ദൈവം നമുക്ക് തീമതിൽ ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സഭയായിട്ട് ദൈവം നമുക്ക് ചുറ്റും തീമതിൽ ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. വ്യക്തികളായിട്ട് ദൈവം നമുക്ക് ചുറ്റും തീമതിൽ ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. ലൈഫ് ഫെലോഷിപ്പായിട്ട് കർത്താവേ, ഞങ്ങളെ തകർത്ത് കളയാൻ ഇടവരാതെ വണ്ണം നീ ഞങ്ങൾക്ക് ചുറ്റും തീമതിലായി നിന്ന് ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പ്രിയ ദൈവമക്കളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ അതിന് ചുറ്റും ആ തീമതിലായിരിക്കും, ഞാനൊരു മഹത്വമായി അവിടെ നിൽക്കും. ആമേൻ. അതാ പ്രവാചകൻ ആ സിയോൻ സഭയോട് വിളിച്ചു പറയാനായിട്ടിടയായി തീർന്നത്. ഇനി 8-ാം വാക്യം വായിച്ചേ. 8-ാം വാക്യം. അനന്തരം ആരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. സഖരിയാവ് 2:8. സഖരിയാവ് 2:8.
സക്രിയ പ്രവാചകൻ സൈന്യങ്ങൾ യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവർ അവന്റെ കൺമണിയെ തൊടുന്നു, ഞാൻ അവരുടെ നേരെ കൈകുലുക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലിപ്പം നമ്മൾ ഗ്രഹിക്കാറുണ്ടോ? നമ്മൾ എത്ര പ്രഷ്യസ് ആണെന്ന് നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മൾ ദൈവത്തിന് എത്ര വിലപ്പെട്ടവരാണെന്ന് നമ്മൾ കരുതാറുണ്ടോ? മറ്റുള്ളവർ ഒരു പക്ഷേ നമ്മുടെ വില മനസ്സിലാക്കുന്നില്ല എങ്കിലും നമുക്ക് നമ്മുടെ വില മനസ്സിലാക്കാനായിട്ടിടയായിത്തീരണം. ഞാൻ ആരാണ്, അല്ലേ? ഞാൻ എങ്ങനെയുള്ള ആളാണ്? ദൈവത്തിന്റെ വചനം പറയാനായിട്ടിടയായിത്തീരുന്നത്, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. അതുപോലെ തീമതിലായിട്ട് ഞാൻ നിനക്ക് ചുറ്റും നിന്ന് നിന്നെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ 2026 നിനക്ക് ദൈവസന്നിധിയിൽ വന്ന് നിന്നെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. അവർക്ക് ഒരുപക്ഷെ അവർ വലിയ പ്രയാസത്തിലായിരുന്നിരിക്കാം, അവർ വലിയ പ്രതികൂലത്തിലൂടെ ആയിരിക്കാം കടന്നുപോയത്, അവർ വലിയ നിരാശയിലൂടെ ആയിരിക്കാം. അപ്പോഴായിരിക്കാം പ്രവാചകൻ സഖരിയാവ് അവരോട് സംസാരിച്ചത്, നിങ്ങളെ തൊടുന്നവർ എൻ്റെ കൺമണിയെ തൊടുന്നു. അവർ ആലയം പണിയാതിരുന്നത് എന്തുകൊണ്ടാണ്? തദ്ദേശീയമായ എതിർപ്പുകൾ അവർക്കുണ്ടായി. അവര് ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന് യെരുശലേമിൽ വന്ന് ആലയം പണി ആരംഭിച്ചുവെങ്കിലും 16 വർഷം മുടങ്ങിക്കിടന്നതിന്റെ കാരണം തദ്ദേശീയമായ അവിടുത്തുകാരായ കുറെ ആളുകൾ അവരെ ഉണ്ടായിരുന്നു. അവരെ ഈ പണിയെ എതിർക്കാനായിട്ടിടയായി തീർന്നു. മുന്നോട്ട് പോകാൻ യാതൊരു സാഹചര്യവുമില്ല. ഭൗതിക വസ്തുക്കൾ കുറവായിരുന്നു, അല്ലേ? സ്വർണവും വെള്ളിയും ഈ ആലയം പണിയാൻ ആവശ്യമായ ധനം അവർക്ക് കുറവായിരുന്നു. അതുകൊണ്ടാണ് അവർ മടിച്ച് പിന്മാറി നിന്നത്. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ശത്രുവിനെ ഓർത്തോ, ശത്രുവിൻ്റെ പ്രവർത്തികളെ ഓർത്തോ ഒന്നും നിങ്ങൾ പിന്മാറി നിൽക്കരുത്. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. അതുപോലെയാണ് ഞാൻ നിങ്ങളെ സംരക്ഷിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മെ കർത്താവ് സംരക്ഷിക്കുന്നത് അപ്രകാരമാണ്. ഇനി അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഞാൻ നിന്റെ മധ്യേ വസിക്കും. അത് ഒരു പ്രാവശ്യമല്ല പറയുന്നത്. 11-ാം വാക്യം, അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ ഇതൊരു സഭയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇത് സഭയോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഈ 11-ാം വാക്യം, ഞാൻ നിന്റെ മധ്യേ വസിക്കും. മതി. ഇത് യഹൂദനോട് മാത്രം പറഞ്ഞതല്ല. പഴയ നിയമം നമ്മൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാനായിട്ടിടയായി തീരുന്നതെന്ന് ചോദിച്ചാൽ, പഴയ നിയമം നിഴലും പുതിയ നിയമം അതിൻ്റെ പൊരുളുമാണ്, അല്ലേ? ടൈപ്പ് ആൻഡ് ആൻറ്റി ടൈപ്പ്, നിഴലും പൊരുളുമാ. പഴയ നിയമ പുസ്തകങ്ങളിൽ കാണുന്നതായ സംഗതികളെല്ലാം പുതിയ നിയമ സഭയുടെ ഒരു നിഴലാണ്, ടൈപ്പാണ് എന്ന് കാണാം. ഇവിടെ സഭയെ കുറിച്ചുള്ളൊരു പിക്ചറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന്, ദൈവസഭ എന്ന് പറയുന്നത് പല ജാതികളിൽ നിന്നും, യഹൂദന്മാരായിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല, അല്ലേ? ഇവിടെ യഹൂദന്മാരായിരിക്കുന്ന ആരുമില്ല. നമ്മളെല്ലാം ഡിഫറെന്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാ. എന്നാൽ നമ്മളൊരു ചർച്ച്, ഒരു സഭയാണ്. അതാ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അന്നാളിൽ പല ജാതികളിൽ നിന്നും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും, ഞാൻ നിന്റെ മധ്യേ വസിക്കും. ആമേൻ. അതാ ദൈവസഭ. പല ജാതികളിൽ നിന്ന് ഒരു വിശ്വാസത്തിൽ ഒരു കർത്താവിനെ പിൻപറ്റി ആ മശിഹായെ സ്വീകരിച്ച് അവനെൻ്റെ രക്ഷകനാണെന്ന് അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് അവൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ച് ഒരു പുതിയ നിയമ ഇസ്രായേലായി തീർന്ന ഒരു കൂട്ടം ആളുകൾ അവരോട് പറയാണ്, നിങ്ങൾ എനിക്ക് ജനമായി തീരും. ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ദൈവത്തിൻ്റെതാ. നമ്മൾ മനുഷ്യരുടേതല്ല. നമ്മൾ മനുഷ്യരുടെ ഒരു കൂടിവരവ് മാത്രമല്ല. ഇവിടെ ഭൗതികമായി നമ്മളൊരു മനുഷ്യരുടെ കൂടിവരവാണെങ്കിലും ഇതിനകത്ത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. കാരണം അവൻ നമ്മെ രക്തം നൽകി പ്രാണൻ നൽകി വീണ്ടെടുത്തതായ ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും, നിങ്ങളെ തൊടുന്നവർ എൻ്റെ കൺമണിയെ തൊടുന്നത് പോലെയാണ് എന്ന് കർത്താവ് പറയാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് ഇത് ദൈവസഭയെക്കുറിച്ചുള്ളതായ ഒരു ദർശനമാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ വീണ്ടും സഖരിയ പ്രവാചകൻ ഒരു ദർശനം കാണുന്നത് കാണാനായിട്ട് സാധിക്കും. അതെന്താ ദർശനം? 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം.
അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ഈ യോശുവ ആരാണ് എന്ന് സഖരിയാവിന്റെ പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. അക്കാലത്തെ മഹാപുരോഹിതനാണ് യോശുവ. സെരുബാബേലാണ് ഭരണാധികാരി, യോശുവയാണ് മഹാപുരോഹിതൻ. അതുപോലെ തന്നെ സഖരിയാവാണ് ഇപ്പോൾ പ്രവാചകനായി അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. മഹാപുരോഹിതനായിരിക്കുന്ന യോശുവയെ കുറിച്ച് സഖരിയാവ് കാണുന്നതായ ദർശനം എന്ന് പറയുന്നത്, അനന്തരം എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവന് ചുറ്റും അവന് കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. ആമേൻ. മഹാപുരോഹിതനായിരിക്കുന്ന യോശുവയ്ക്ക് ചുറ്റും ആര് നിന്ന് കുറ്റം പറയുന്നതാണ് സഖരിയ പ്രവാചകൻ ആത്മാവിൽ കണ്ടത്? സാത്താൻ. ആമേൻ. യോശുവ കുറ്റമൊന്നും ചെയ്തിട്ടല്ല. ഇവിടെ അക്കാലത്ത് തന്നെ മഹാപുരോഹിതനായ യോശുവയ്ക്ക് ചുറ്റും സഖരിയാവ് കാണുകയാണ് അവനെ കുറ്റം ചുമത്തുകയാണ്. രണ്ടാം വാക്യം, യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. കർത്താവ് നേരിട്ട് അവനെ ഭത്സിക്കുന്നത് കാണാനായിട്ട് സാധിക്കും, അല്ലേ? യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ നിന്നെ ഭത്സിക്കുന്നു. ഞാൻ തിരഞ്ഞെടുത്തതായ ഒരു കൂട്ടം ജനമാണ് ഇവിടെ ആയിരിക്കുന്നത്. ആമേൻ. ഞാൻ രക്തം നൽകി വീണ്ടെടുത്തതായ ഒരു കൂട്ടം ആളുകളാണ് എൻ്റെ സഭയിൽ എന്നെ ആരാധിക്കുന്നത്. ഞാൻ അവരെ തിരഞ്ഞെടുത്തതാണ്. യോശുവ അവർക്ക് മഹാപുരോഹിതനായി ആ വേല ചെയ്യാനായിട്ട് ഞാൻ അവനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ റെബ്യൂക്ക് ചെയ്യുന്നു, ഞാൻ നിന്നെ ശാസിക്കുന്നു എന്ന് ദൂതനല്ല ശാസിച്ചത്. ആരാ ശാസിച്ചത്? യഹോവ തന്നെ അവനെ ശാസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശാസിക്കാൻ കാരണം എന്താണെന്നറിയാമോ? വായിച്ചു രണ്ടാം വാക്യം, യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. ഞാനും നിങ്ങളും ആരാന്നറിയാമോ? ഇന്ന് പകൽക്കാലം വാട്ട്സ് അവർ പൊസിഷൻ? നമ്മളെല്ലാവരും ആരാന്നറിയാമോ? തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയ. ഇതെന്തിനെ പരാമർശിക്കുന്നതാണ്? നമ്മുടെ രക്ഷയെ കുറിക്കുന്നതാണ്. ആമേൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എവിടെ പോകുമായിരുന്നു? നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 8 വാക്യം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 8 വാക്യം. ഇത് നമ്മുടെ രക്ഷയെ കുറിക്കുന്നതാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് സഭയുടെ നിഴലാണ് ഈ പ്രവചന പുസ്തകം എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ദൈവസഭയുടെ ഒരു നിഴല. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം ഉണ്ടല്ലോ, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയ. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 8 വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക് ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലെത്തേ. തീപ്പൊയ്കയിലേക്ക് പോകേണ്ടവരായിരുന്നു. അത് രണ്ടാമത്തെ മരണം. അല്ലേ? നമ്മളെല്ലാം ഈ തീപ്പൊയ്കയിലേക്ക് പോകേണ്ടവരായിരുന്നു. എന്നാൽ നമ്മളെ ആ തീയിൽ നിന്ന്, അല്ലെ, തീയിൽ എരിഞ്ഞുകൊണ്ടിരുന്ന വിറകായിരുന്ന നമ്മെ ഒരു കാലത്ത് കർത്താവ് എന്ത് ചെയ്തു? അവൻ നമ്മളെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ യോശുവയെ കുറിച്ചാണ് പറയുന്നത്. ഇത് എന്നെ കുറിച്ചുള്ള പിക്ചറാ. നമുക്ക് ഓർക്കാൻ സാധിക്കണം. നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഓരോരുത്തർക്കും പറയാനായിട്ട് സാധിക്കുന്നത് ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്ന് കൽപ്പിച്ചു. നമ്മുടെ സ്ഥാനം അതാണ്. നമ്മൾ അന്ധകാരത്തിലായിരുന്നു, എന്നാൽ അവൻ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ആ അഗ്നി നരകത്തിന് യോഗ്യരായിരുന്നു. ആദാമ്യ പാപവും നമ്മൾ ചെയ്തതായ പാപവും വെച്ച് ആ അഗ്നി നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. ആ നരകത്തിലെ വിറകുകൊള്ളിയാകേണ്ട സ്ഥാനത്താണ് ദൈവം തമ്പുരാൻ സ്വർഗം വിട്ട് താണിറങ്ങി വന്ന് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് ദൈവജനമാക്കി ദൈവസഭയാക്കി തീർത്തത്. ആ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പോഴുള്ള കൊള്ളിയായിരിക്കുന്ന യോശുവയെ കുറിച്ചാണ് സാത്താൻ എന്തുകൊണ്ട് പറഞ്ഞത്? സാത്താൻ അവനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നത്. ആമേൻ. അതുകൊണ്ട് മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലേ? എന്നിട്ട് കർത്താവ് അവനെ ശാസിച്ചു എന്നാണ് വായിക്കുന്നത്. ഇനി അതിൻ്റെ 3 വാക്യം വായിച്ചേ.
എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. യോശുവ ധരിച്ച മഹാപുരോഹിതനാണ്. മഹാപുരോഹിതന്റെ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം? നല്ല വെണ്മയുള്ളത് ആയിരിക്കണം, അല്ലേ? നമ്മൾ കാണുന്ന അച്ഛന്മാരുടെയൊക്കെ ഉടുപ്പ് കണ്ടിട്ടില്ലേ? എന്ത് വെണ്മയാണ്! മർത്തോമാ പള്ളിയിൽ അച്ഛൻ്റെയൊക്കെ ഉടുപ്പ്, CSIയിൽ അച്ഛൻ്റെയൊക്കെ ഉടുപ്പ്, മുഷിഞ്ഞ് നടക്കുന്നതിൽ അച്ഛന്മാരെ വളരെ വേറെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല വെണ്മയുള്ളതാ. അങ്ങനെയാ സാധാരണ കാണേണ്ടത്. പക്ഷേ ഇവിടെ മഹാപുരോഹിതനായിരിക്കുന്ന യോശുവയുടെ ഉടുപ്പ് മുഷിഞ്ഞതായിട്ടാണ് കാണുന്നത്. അത് യോശുവയുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് യോശുവയുടെ കുഴപ്പം കൊണ്ടല്ല, യോശുവ അശുദ്ധനായിരുന്നത് കൊണ്ടല്ല, യോശുവയുടെ കുഴപ്പമല്ല. അവിടെ പ്രവാചകൻ ഇത് ദർശനമാണെന്ന് ഓർക്കണം. ഇത് സെഖര്യാവ് കാണുന്നതായ ഒരു ദർശനമാണ്. താൻ കാണുന്ന ദർശനത്തിൽ യോശുവ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ മുഷിഞ്ഞ വസ്ത്രം കാണിക്കുന്നത് ജനത്തിന്റെ പാപത്തെയാ, ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെയാ കാണിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ മുഴുവൻ റെപ്രസെന്റേറ്റീവാണ് മഹാപുരോഹിതനായിരിക്കുന്ന യോശുവ. യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നത് ആ ജനത്തിന്റെ മുഴുവൻ പാപത്തെ കാണിക്കാനായിട്ടിടയായിത്തീരുന്നത്. എന്നാൽ താഴ്ത്തു വായിച്ചേ 4-ാം വാക്യം. ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവനെന്ന് കൽപ്പിച്ചു. ദൂതൻ അവരോട്, കർത്താവ് പറയുകയാണ്, മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവൻ, അല്ലേ? അവനെ ആ മുഷിഞ്ഞ വസ്ത്രം നീക്കിയിട്ട് വായിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ? സന്തോഷമുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഇത് വായിക്കുമ്പോൾ? നമ്മളെല്ലാം ഒരു കാലത്ത് എങ്ങനെയുള്ളവരായിരുന്നു എന്നറിയാമോ? മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരായിരുന്നു. ഇത് നമ്മുടെ രക്ഷയുടെ ഒരു നിഴലാകട്ടോ നമ്മൾ വായിക്കുന്നത്. നമ്മളെല്ലാം ഒരു കാലത്ത് മുഷിഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ പാപത്തിന്റെ അന്ധകാരത്തിലും ആ അശുദ്ധിയിലും ജീവിച്ചവരായിരുന്നു. പൗലോസ് പറയുന്നത്, അല്ലെ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നവനെന്ന പൗലോസ് പോലും പറയുന്നത്. അങ്ങനെ ആ അതിക്രമക്കാരനും പാപികളുമായിരുന്നു. ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പൗലോസ് പറയാനായിട്ടിടയായിത്തീരുന്നു. ഞാനും നിങ്ങളുമെല്ലാം ഒരു കാലത്ത് ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരായിരുന്നു. എന്നാൽ ഇവിടെ 4-ാം വാക്യം പറയുകയാണ്, ആ മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, അവൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. കർത്താവ് നമ്മുടെ അകൃത്യമെല്ലാം പോക്കി. ഈ മേശ വിളിച്ചു പറയുന്നത് അതാ. എൻ്റെ കർത്താവ് തന്നെത്താൻ യാഗമാക്കി തീർത്ത് എൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി, എൻ്റെ അകൃത്യങ്ങളെല്ലാം മാറ്റി, എൻ്റെ പാപങ്ങളെല്ലാം എന്നിൽ നിന്ന് നീക്കി അവൻ എന്നെ എന്ത് ധരിപ്പിക്കാനായിട്ടിടയായി തീർന്നു? അവൻ എന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ആമേൻ. കർത്താവ് നമ്മളെ ഇന്ന് ധരിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഉത്സവ വസ്ത്രം. ഉത്സവ വസ്ത്രം എന്ന് പറയുന്നത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സ് എങ്ങനെയുള്ളതാ, അല്ലേ? സൗകര്യമാർക്കറിയാം. അലമാരിയിൽ ചില സാരീസ്, അല്ലേ, ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ, അതിൻ്റെ വില, അല്ലേ? ചില ഓർണമെന്റ്സ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് അങ്ങനെ തന്നെയാണ് പോകേണ്ടത്, അല്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ തന്നെ പോകണം, അല്ലേ? ഉത്സവ വസ്ത്രം, നമ്മുടെ രക്ഷയുടെ വസ്ത്രവും അങ്ങനെയുള്ളതാണ്. ഏറ്റവും വിലപിടിപ്പുള്ളതാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഒരു കാലത്ത് നമ്മൾ മുഷിഞ്ഞ വസ്ത്രത്തിൽ ധരിച്ചവരായിരുന്നു, പാപത്തിന് ഉടമകളായിരുന്നു, നരകത്തിന്റെ വിറകുകൊള്ളികളായിരുന്നു. അവിടെ ആ കത്തി എരിയുന്നതായ സ്ഥാനത്ത് നമ്മളായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് താടിയിറങ്ങി വന്ന് അവൻ നമ്മെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാനായിട്ടിടയായി തീർന്നു. ഉത്സവ വസ്ത്രം ധരിച്ചവർക്ക് ഒരു സന്തോഷം ഉണ്ടാകണം. അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയണം. അവരോരോ ആരാധനയിൽ വരുമ്പോഴും അവര് ആ പാടി ദൈവത്തെ സ്തുതിക്കാനായിട്ടിടയായിത്തീരും. അവരുടെ കൈകൾ തന്നെ അടിയാനായിട്ടിടയായിത്തീരും. അവര് ആ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ അവർ പ്രാർത്ഥിക്കാനായിട്ടിടയായിത്തീരും. ഒരുപക്ഷെ അടുത്തിരിക്കുന്നവന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭാഷ സംസാരിച്ചു എന്ന് വരും, അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? അതവന്റെ സന്തോഷത്തിന്, എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവ്, എന്നെ വിടുവിച്ചതായ എൻ്റെ കർത്താവ്, എന്നെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി എന്നെ ആ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചതായ ആ ദൈവത്തെക്കുറിച്ചും ആ ദൈവസ്നേഹവും ഓർക്കുമ്പോൾ, ആ വിടുതൽ ഓർക്കുമ്പോൾ, ആ രക്ഷ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയായിത്തീരുന്നു, അല്ലേ? അവൻ എന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-10 വായിച്ച് രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മെ കർത്താവ് എന്താ ധരിപ്പിച്ചിരിക്കുന്നത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 3-ന്റെ 9-10.
നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം, അത് വിട്ടുപോകരുത്. ആ പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. പരിജ്ഞാനത്തിനായി എങ്ങനെയുള്ളതായിരിക്കും അല്ലെ? തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പ്രതിമകൾ കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണമാണ്. സ്റ്റാച്യു എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ തന്നെ നമുക്കുണ്ട്. എവിടെ നോക്കിയാലും പ്രതിമയാണ്. ഇനി ഓരോ സർക്കാരും മാറി മാറി വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ പ്രതിമകൾ ഓരോ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു ആക്ച്വൽ രൂപത്തിന്റെ അല്ലേ മറ്റൊരു രൂപമായിരിക്കും പ്രതിമ. ഒരു ആക്ച്വൽ രൂപത്തിന്റെ, ഒരു യഥാർത്ഥ രൂപത്തിന്റെ റിസംബ്ലൻസ് ആയിരിക്കും ഈ പ്രതിമ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് തന്നെ സൃഷ്ടിച്ചവന്റെ, ആമേൻ, നമ്മുടെ കർത്താവ് അവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഇതാ ഉത്സവ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത്. ആമേൻ. റേമണ്ട്സിന്റെ ഷർട്ട് ഇട്ടതുകൊണ്ട് ഉത്സവ വസ്ത്രം ആകുകയില്ല. ആമേൻ. പുതുക്കം പ്രാപിക്കുന്നതായ, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതുതായി തീരുന്നതായ അവസ്ഥ അല്ലെ. ഞാൻ നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ഇനി 7-ാം വാക്യം. സമയം മുന്നോട്ട് പോയല്ലോ. 2-3 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തക്ക സമയത്ത് ഇരിക്കുന്നതായിരിക്കും. 7-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും. ഇനി യോശുവയോട് പറയുന്ന സന്ദേശം എല്ലാവരും ഒന്ന് ബൈബിളിൽ ശ്രദ്ധിച്ചോണം. അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളും എല്ലാം അല്ലേ. 2026 കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. കാർഡ് എടുത്തവർ, പ്രോമിസ് കാർഡ് വില്യം പാസ്റ്റർ വിതരണം ചെയ്തപ്പോൾ കാർഡ് എടുത്തവരെല്ലാം ആഗ്രഹിക്കുന്നത് എനിക്കൊരു നല്ല പ്രോമിസ് ഈ വർഷം കിട്ടണമേ എന്ന് വിചാരിച്ചാൽ ഞാനും അങ്ങനെ എടുത്തേ. കർത്താവ് എനിക്ക് നല്ല പ്രോമിസാണ് തന്നതും അല്ലേ. അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും. 2026 2025 ശ്രേഷ്ഠമായിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. പക്ഷേ കണ്ടീഷണലാ. 7-ാം വാക്യം ശ്രദ്ധിച്ചോ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും. നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. 4 കാര്യങ്ങൾ പറഞ്ഞു. എന്തെല്ലാം ആ 4 കാര്യങ്ങൾ? ഒന്ന്, നീ എന്റെ വഴികളിൽ നടക്കുകയും. എൻ്റെ വഴികളിൽ നടക്കണം. 2026 കർത്താവേ ഞാൻ നിന്റെ വഴികളിൽ നടക്കും. 25 ചിലപ്പോഴൊക്കെ ഞാൻ തെറ്റിയിട്ടുണ്ട്, കർത്താവ് ക്ഷമിക്കും. എന്നാൽ 26 ഞാൻ നിന്റെ വഴികളിൽ നടക്കും. പിന്നെന്താ? എന്റെ കാര്യം നോക്കുകയും ചെയ്യുക അല്ലെ. ആത്മീയ കാര്യങ്ങൾ, ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് പുറകിൽ നിൽക്കരുത്. ആത്മീയ വിഷയങ്ങളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കാര്യം നോക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും അല്ലേ. ആലയത്തിന് ദൈവസഭയിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചില യോശുവമാരെ ദൈവം കാണുന്നുണ്ട്. സഹോദരന്മാരെ മാത്രമല്ല ഉദ്ദേശിക്കുന്ന, സഹോദരിമാരോടും കൂടിയാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ചില യോശുവമാരെ ദൈവം കാണുന്നുണ്ട്. ആ യോശുവമാരോട്, സഹോദരന്മാരോട്, സഹോദരിമാരോടും പറയുകയാണ്, എന്താണ്? നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും എൻ്റെ ആലയത്തെ നീ പരിപാലിക്കണം. ശത്രുവിന്റെ കയ്യിൽ നിന്ന് നീ പരിപാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ശത്രു തകർത്ത് കളയാതെ വണ്ണം നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുവാനായിട്ട് ഒരു യോശുവയെ പോലെ ഉത്സവ വസ്ത്രം ധരിച്ച്, ഉഷിഞ്ഞ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം ധരിച്ച് നീ മുന്നിൽ നിന്ന് നയിക്കുവാനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കണം. നീ എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കണം. മഹാപുരോഹിതനായിരിക്കുന്ന യോശുവയ്ക്കുണ്ടല്ലോ, പ്രാകാരം വരെ അല്ല പോകാൻ സാധിക്കുന്നത്. അവൻ എവിടെ വരെ പോകാം? അതിവിശുദ്ധ സ്ഥലം വരെ പോകാം. പക്ഷേ കർത്താവ് പറഞ്ഞു, ഡു മിനിമം. മാക്സിമത്തിലേക്ക് പോയില്ലെങ്കിലും ഡു മിനിമം. നീ മിനിമം എങ്കിലും ചെയ്യാനായിട്ടിടയായി തീരണം. യോശുവ മഹാപുരോഹിതനായതുകൊണ്ട് അവന് പ്രാകാരം വരെയല്ല, ഒരു പാപിക്ക് പോകാൻ സാധിക്കുന്ന സ്ഥലമാണ് പ്രാകാരം. പുരോഹിതനും മഹാപുരോഹിതനുമായിരിക്കുന്ന യോശുവയ്ക്ക് ആ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലത്തും പോകാം. അതിവിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കലേ പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവനോട് പറയുകയാണ്, നീ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാ പറഞ്ഞതിന് മറ്റൊരു വേർഷൻ പറഞ്ഞതാണ്, ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം
അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണവും പുരുഷന്മാരുമല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുക, എല്ലാവരും വചനം ശ്രദ്ധിച്ചോണം. അവിടെ ഇവിടെ നോക്കിയിരുന്നിട്ട് ഒന്നും മനസ്സിലായില്ല, ആ പുള്ളി സെഖരിയാ പ്രവചനത്തിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വചനത്തിൽ നോക്കിക്കൊണ്ടിരിക്കണം. എന്തോ 8-ാം വാക്യം നമ്മൾ വായിച്ചത്, മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ. അവിടെ വേറൊരു കാര്യം പറഞ്ഞു അല്ലേ, നീ എല്ലാവരും കേട്ടുകൊള്ളുവിൻ, നിന്റെ കൂട്ടുകാർ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടുകൊള്ളുവിൻ. അവരാരാണ്? അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. അവർ എന്നാ പറഞ്ഞിരിക്കുന്നത്, പ്ലൂറലാ ഉപയോഗിച്ചിരിക്കുന്നത്. യോശുവയോടാ പറഞ്ഞത്. യോശുവയോട് പറയാ, നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാർ, നിങ്ങളെല്ലാവരും. സഭയുടെ ഒരു പിക്ചറാ ഞാൻ കാണിച്ചു തരുന്നത്, ഞാനല്ല, ദൈവത്തിന്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത്. അവർ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? ചർച്ച്, സഭയെ കുറിച്ചാ പറയുന്നത്. അവർ ആരാന്നറിയാമോ? അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ, അല്ലേ? വിശുദ്ധിയിലും വേർപാടിലും വീണ്ടെടുക്കപ്പെട്ടതായ കൂട്ടം. ദൈവം അളന്നു നോക്കി. 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അതിന് വീതിയും നീളവും ആഴവും ഉയരവും ഒക്കെ അളന്നു. കുറവുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് തനിക്ക് വേണ്ടി വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്നതായ ജനത്തെ കുറിച്ചാണ് ഇവിടെ ആ സന്ദേശം പറയുന്നത്. അവരാരാണ്? അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരാണ്. ദൈവസഭയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു മുളയെ കുറിച്ച് പറഞ്ഞു. ആ മുള ആരാണ്? നമ്മുടെ കർത്താവ്, അല്ലേ? കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും വേണമെങ്കിൽ നമുക്കത് ചിന്തിക്കാം. അവിടെ സഭയെ കുറിച്ച് പറയുന്നതായ കാര്യമാണ്. മഹാപുരോഹിതൻ യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ ഈ അളന്നിട്ടുണ്ടല്ലോ, കർത്താവിന്റെ അളവിനനുസരിച്ചായ കുറച്ചാളുകളുണ്ടല്ലോ. അവരെ ആ ദൈവം എന്ത് ധരിപ്പിച്ചത്? യോശുവയെ ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ യോശുവയെ മാത്രമല്ല, യോശുവ അവരുടെ ഒരു പ്രതിനിധി മാത്രമാണ്. അവിടെ ആ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ മുൻനിർത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതായ ദൈവമക്കളെ എല്ലാം കൂടെ ചേർത്താണ് ഈ അവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാർ, വണ്ടറസ് സൈൻ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. നമ്മള് ലോകത്തിന് മുമ്പാകെ ഉണ്ടല്ലോ, ഞാനും നിങ്ങളും ദൈവസഭ എന്ന് പറയുന്നത് ഒരു വണ്ടറസ് സൈനാ. നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. നമ്മളെ കർത്താവ് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് വിളിച്ചിരിക്കുന്നതാ. നമുക്കൊരു സ്വർഗീയ പ്രത്യാശ നൽകിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. അപ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം അത്ഭുത ലക്ഷണ പുരുഷന്മാരാക്കിയാണ് വിളിച്ചിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, എന്നെ തിരഞ്ഞെടുത്തത് ഓർത്ത് സ്തോത്രം. എന്നെ കർത്താവേ ആ കൂട്ടത്തിൽ നിന്ന് കണ്ടതോർത്ത് സ്തോത്രം. ഈ ലോകത്തിൽ മില്യൺ കണക്കിന് ആളുകൾ ഉള്ളപ്പോൾ അവരിൽ നിന്ന് കർത്താവേ നീ എന്നെ ഉത്സവ വസ്ത്രം ധരിക്കുമാറ് അങ്ങനെ ഒരു പദവിയിലേക്ക് നീ എന്നെ കൊണ്ടുവന്നതോർത്ത് സ്തോത്രം. എന്നെ കർത്താവേ അത്ഭുത ലക്ഷണ പുരുഷന്മാരായി ആ ദൈവസഭയുടെ ഭാഗമാക്കി നീ എന്നെ തീർത്തിരിക്കുന്നതോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാനായിട്ട് കർത്താവേ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവസാന വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കാം. അതിന്റെ 10-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട്, അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കും. ഓർപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു സമാധാനം വരും. ഇപ്പൊ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്, അല്ലേ? അവർക്ക് ആലയം പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അടിമത്തുകാലം കഴിഞ്ഞ് വന്ന് 16 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അവർക്ക് വീടുകൾ ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ നന്മയല്ലാത്തതായ സാഹചര്യങ്ങളുണ്ട്. ശത്രു നിരന്തരം അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശത്രു അവരെ കലക്കി കളയാനായിട്ട് പല നിലയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യയാണ് ദൈവം അവരെ തിരഞ്ഞെടുത്ത വിധങ്ങളെല്ലാം സെഖരിയാവിലൂടെ ഓർപ്പിച്ചിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് സമാധാനം വരും.
ഓരോരുത്തൻ സമാധാനത്തിന്റെ ലക്ഷണമാണ് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കും. 1 രാജാക്കന്മാർ 4:25 വായിച്ച്. അവിടെ ഇത് സമാധാനത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ പറയാൻ കാരണം ആളുകൾ ഓർക്കും ഈ അത്തിവൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പാസ്റ്റർ എന്താ ഈ സമാധാനത്തെ കുറിച്ച് പറയുന്നതെന്ന്. 1 രാജാക്കന്മാർ 4:25. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദായും ഇസ്രായേലും ദാൻ മുതൽ ബേർശേബ വരെയും ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രായേലും ദാൻ മുതൽ ബേർശേബ വരെയും ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷ കീഴിലും നിർഭയം വസിച്ചു. ഭയമില്ലാതെ ദൈവത്തെ ആരാധിക്കുവാനും ആ ശത്രുവിന്റെ പോരാട്ടങ്ങൾ കൂടാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാനും സാധിക്കുന്ന സാഹചര്യത്തിനെയാണ് പഴയ നിയമത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. വേണമെങ്കിൽ ഒരു വാക്യം കൂടെ വായിക്കാം. മീഖാ 4:4. അവൻ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങൾ യഹോവയുടെ വായ്. ഇതിനു മുമ്പ് വരെ പലരും അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഭയപ്പെടുത്തുക. ഇനി ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളി ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം 2026 കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക. ദൈവസഭയോട് പറയുകയാണ്, വ്യക്തികളോട് പറയുകയാണ്, കുടുംബങ്ങളോട് പറയുകയാണ്, സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. നിന്നെ അളക്കുന്ന ഒരു അളവുകാരനുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. എന്നാൽ കർത്താവ് നിനക്ക് ചുറ്റും തീമതിലായി നിന്നെ സംരക്ഷിക്കുന്നവനാണ്. ആമേൻ. വ്യക്തിപരമായി, കുടുംബങ്ങളായി, സഭയായി നമുക്ക് ഏറ്റെടുക്കാം. എൻ്റെ കർത്താവ് എനിക്ക് ചുറ്റും തീമതിൽ ഒരുക്കുന്നവനായ ദൈവമാണ്. അവൻ എന്നെ സൂക്ഷിക്കുന്ന കർത്താവ്. അവൻ്റെ തീമതിൽ കാരണം ഒരു ശത്രുവിനും എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാതെ വണ്ണം അവൻ എന്നെ പരിപാലിക്കുന്നവനായ കർത്താവ്. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നുവെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവേ, അതുകൊണ്ട് തന്നെ ശത്രുവിനെ ഓർത്ത് ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞങ്ങൾ അതിനെ കണ്ട് ഞങ്ങൾ പിന്മാറുന്നില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഓർത്ത് സ്തോത്രം. ഞാൻ നിന്റെ മധ്യേ വസിക്കും. 10-ാം വാക്യം. അത് കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാകിയാൽ സ്തോത്രം. 2026 നീ ഞങ്ങളോട് സംസാരിച്ച വാഗ്ദത്ത വചനമാണല്ലോ. ഞാൻ നിന്റെ മധ്യേ വസിക്കും. കർത്താവേ, നീ ഞങ്ങളുടെ മധ്യേ ഉള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിങ്ങൾ എനിക്ക് ജനമായി തീരുമെന്ന് കർത്താവേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനോർത്ത് സ്തുതിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. മഹാപുരോഹിതനായ യോശുവയ്ക്ക് തേരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാത്താൻ, അവനെ ഭത്സിക്കുന്നതായ ദൈവത്തിന്റെ കൃപ, അവന്റെ വസ്ത്രമെല്ലാം മുഷിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റി ദൈവം അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാനായിട്ടിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ എല്ലാ മുഷിവും, നമ്മുടെ എല്ലാ കറയും, ചുളുക്കവും, വാട്ടവും, മാലിന്യവും മാറ്റി നമ്മുടെ കർത്താവ് നമ്മളെ ആ പുതിയ നിയമ ഇസ്രായേലാക്കി തീർത്തിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. നമ്മെ അവൻ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2026 നമുക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ 7-ാം വാക്യം. 4 കാര്യങ്ങൾ. നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ചെയ്താൽ, ഞാൻ നിനക്ക് ഒരാഗമനം വരുത്തും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ യോശുവമാരോടും ദൈവത്തിന് ഇന്ന് പകൽക്കാലം സംസാരിപ്പാനുള്ളത് അത് തന്നെയാണ്. നീ എൻ്റെ കാര്യം നോക്കണം. നീ എൻ്റെ ആലയത്തെ നോക്കണം. നീ എൻ്റെ പ്രാകാരങ്ങളെ വിചാരിക്കുവാനായിട്ടിടയായി തീരണം. നിന്നെ ഞാൻ ഒരു യോശുവയായി തിരഞ്ഞെടുത്തിരിക്കുക. ഒരു മഹാപുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾ ആരാണ്? നിങ്ങൾ അത്ഭുത ലക്ഷണ പുരുഷന്മാരാണ്. വണ്ടറസ് സൈൻ. ലോകത്തിന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊരു വണ്ടറസ് സൈനാണ്. സഭയെക്കുറിച്ച് ലോകം നോക്കുമ്പോൾ ലോകത്തിന് നമ്മളൊരു വണ്ടറസ്, അത്ഭുത ലക്ഷണ പുരുഷന്മാരാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സാഹചര്യങ്ങളെല്ലാം മാറുവാനായിട്ട് പോകുന്നു. അതാ കർത്താവ് അവരോട് പറഞ്ഞത്. താന്താന്റെ കൂട്ടുകാരൻ്റെ മുന്തിരിവള്ളിയുടെ അത്തിവൃക്ഷത്തിൻ്റെയും കീഴിൽ പോയി നിങ്ങൾക്ക് നിർഭയം വസിക്കുവാൻ സാധിക്കുന്ന, ദൈവത്തെ ആരാധിപ്പാൻ സാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്ന, അനുഗ്രഹം അനുഭവിപ്പാൻ സാധിക്കുന്ന ഒരനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തുവാനായിട്ട് ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കുറവുകളെ ഏറ്റുപറയാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. നീ അളന്നപ്പോൾ കുറവുകൾ കണ്ടെത്തിയെങ്കിൽ നീ എന്നെ വെട്ടിക്കളഞ്ഞില്ലല്ലോ. 2025 നീ എന്നെ തകർത്ത് കളഞ്ഞില്ലല്ലോ. നീ എന്നെ മാറ്റിവെച്ചില്ലല്ലോ. കർത്താവേ, നീ എന്നെ എറിഞ്ഞു കളഞ്ഞില്ലല്ലോ.
ഇന്ന് പകൽക്കാലം നീ എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. നീ എന്നെ കർത്താവേ, നീ എന്നോട് കൂടിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. നീ എന്നെ ഒരു അത്ഭുത ലക്ഷണ പുരുഷനാക്കി തീർത്തിരിക്കുന്നത് ഓർത്ത്, ദൈവസഭയിൽ ഭാഗമാക്കി നീ എന്നെ തീർത്തിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവേ, നിന്റെ കാര്യം നോക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിന്റെ പ്രാകാരങ്ങളെ കാക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിന്റെ ആലയത്തെ പരിപാലിപ്പാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായി മുന്നോട്ട് പോകുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ, വലിയ നന്മകൾ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.